ഇതോടെ കഴിച്ചോ ചെന്നാവട്ടെ. ഇത് നമ്മുടെ അണ്ണാനാണ് കേട്ടോ. നമ്മളിവിടെ വീടൊക്കെ പൊളിച്ച സ്ഥലത്ത് ഒരു കുഞ്ഞിനെ കിട്ടിയതായിരുന്നു. 2 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിനെ നമ്മൾ ഫീഡ് ചെയ്തെങ്കിലും ഇൻഫെക്ഷനായി ചത്തുപോയി. അതിലൊരാളായിരുന്നു ഇത് പെണ്ണാണെന്നാണ് വിചാരിക്കുന്നത്. പെൺകുട്ടിയാണ്. നമ്മൾ തൊട്ടാലൊന്നും കുഴപ്പമില്ല. ആൾക്ക് അറിയാം, നമ്മുടെ മണമൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളുമായിട്ട് എല്ലാവരുമായിട്ടും അടുപ്പമുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അത് അടുത്ത് ചെല്ലത്തില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പാത്രത്തിൽ ചോറ് വെച്ച് കൊടുക്കും കേട്ടോ. ഇയാൾ വിശന്ന് കഴിയുമ്പോൾ ഇയാൾ ഓടി ഇങ്ങോട്ട് വരും, കഴിച്ചിട്ട് അങ്ങ് പോവും. അപ്പോൾ ഇതാണ് അയാളുടെ റൂട്ട്. ഈ നമ്മൾ ഇതിങ്ങനെ ഈ മാവിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ അകത്ത് നിർത്തിയേക്കുകയാണ്. നമ്മുടെ വർക്ക് ഏരിയയുടെ സൈഡിലായിട്ട് അടുക്കളയോടുകൂടി ചേർന്നാണിത്. വർക്ക് ഏരിയ ആണ്. അപ്പോൾ ഈ വർക്ക് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ നമ്മളിങ്ങനെ ഒരു റൗണ്ട് കെട്ടി മാവിനെ നമ്മൾ കളയാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. കുറച്ച് ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അടിപൊളിയാക്കാൻ വേണ്ടി. അത്യാവശ്യം രസമാണ്, കാണാനൊക്കെ രസമാണ്. ഇവിടെ അത്യാവശ്യം ഫിഗൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇങ്ങനെയുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിലാഡൻഡ്രോണൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ 1-2 എണ്ണം. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ വരും മേളിൽ നിന്ന്. ഇദ്ദേഹത്തിൻ്റെ കൂട് മേളിലും കണ്ടാണ്. പുള്ളിക്കാരൻ കൂടൊക്കെ ഉണ്ടാക്കി മേളിൽ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും. ഈ മാവിൻ്റെ മണ്ടയ്ക്ക് എവിടെയാണ്. അപ്പം ഇത് ഈ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഇത് കഴിച്ചിട്ട് പോകും. ആളിനെ കണ്ട ഭയങ്കര സ്നേഹമാണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ദൂരെയൊക്കെ ആണെങ്കിൽ ഓടി വരും. എന്താ അപ്പം ദേഹത്തൊക്കെ ചിലപ്പോൾ ചാടി കയറും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഡിസ്റ്റൻസ് ഇട്ടേ നമ്മൾ നിർത്തത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ചാടി അങ്ങ് കയറും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാവ്. നമ്മൾ പഴയൊരു മാവ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതിനോട് ചേർന്നാണ് ഈ വർക്ക് ഏരിയ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും മുറിച്ച് കളയാനൊക്കെ പറഞ്ഞെങ്കിലും നമ്മളത് ചെയ്തില്ല. മാക്സിമം നമ്മൾ ട്രീസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തേക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ചൊരു റൗണ്ട് പോലെ കെട്ടി നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കെട്ടിയതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഏരിയ ആണ്. നമുക്ക് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ്. പാഷ്യോ പോലെ, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പാഷ്യോ പോലെ ഒരു ഓപ്പൺ പ്ലേസ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ ഇപ്പോൾ ഇത്. ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ മേളിലോട്ട് ഈ മാവിക്കൂടെ അങ്ങ് കയറി മേളിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് തുണിയൊക്കെ ഈ സ്ഥലത്തൊക്കെയാണ് ഉണക്കാനിടുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് വൃത്തികേടായിട്ടൊക്കെ ഇപ്പോൾ കിടക്കുകയാണ്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. പിന്നെ നമ്മളിവിടെ കുറച്ച് ഗ്രോ ബാഗും കൃഷികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് നീറ്റാക്കാനുണ്ട്. കുറച്ച് ഗ്രോ ബാഗ് നമ്മൾക്ക് നമ്മുടെ ഈ വീട് പണിയൊക്കെ നടന്നപ്പോൾ കിട്ടിയ ബാഗുകളൊക്കെ നിറച്ച് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ചൈന ഡോളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ടാങ്കിൻ്റെ മുകളിലൊക്കെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹാങ്ങിങ് ബോഗൻവില്ലാസ് നമ്മളൊരു 2-3 എണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ട്. വലിയ പോട്ടാണേ ഇത്. എനിക്ക് തോന്നുന്നു 18 ഇല്ല, ഇത് 12-ൻ്റെ കണ്ട് പോട്ടാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല പോട്ടാണ്. ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ്. അത്യാവശ്യം നല്ല കണക്ക് ബോഗൻവില്ല കിളിക്കുന്നുണ്ട്. ഇത് റൂബി റെഡാണ് കേട്ടോ. ഇത് ഹവായി വൈറ്റാണ്. ഇതൊരെണ്ണം പിങ്ക് ആണ്. പക്ഷേ ഇത് ഫ്ലവർ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ ദെൻ ബൈ. വീണ്ടും കാണാം.